എന്റെ വുമൻസ് ബട്ടർഫ്ലൈ ഓരോ ഗ്രൂപ്പില് ഇങ്ങനെ എന്നെ കുറിച്ച് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക. എന്തിനാ ഇവർ ചർച്ച ചെയ്യുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആവും. ഞാൻ പലതും പറയും, പലതും ചെയ്യാതെ എന്റെ പേഴ്സണൽ കാര്യമാണ്. മഹത്തായ ചിന്താഗതി. ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി വളരാത്ത കാരണം ഈ കമ്മ്യൂണിറ്റിനെ തളർത്തുന്ന അല്ലെങ്കിൽ പിടിച്ചു വലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എടാ പൊന്നു ഡേഷ് മോനെ, എടാ കള്ള കുണ്ട, എന്താ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി എന്താ വളരാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെണ്ണൂറും ചാണകപ്പൊടിയും ഒക്കെ പാട്ട് മിക്സ് ചെയ്ത് വെള്ളം കൊടുത്താൽ കമ്മ്യൂണിറ്റി വളരും. ചിലക്കാണ്ട് പോട നായ, എടാ പന്നി, ലക്ഷണം കെട്ടോനെ എൻ്റെ ആ സാരി ഇതൊക്കെ ഊരി വെച്ചിട്ട് ഒരാണിന്റെ പോലെ ആക്കിയിട്ട് ആ പഴയ പോലെ തന്നെ താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഡെയിലി രാവിലെ പണിക്ക് പോ. അടിപൊളി. എങ്ങനെ ചെയ്തു? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയണം. 24 മണിക്കൂർ ആ കൊടമണി ഇങ്ങനെ കൂട്ടിയിട്ട് നിന്നെ ആട്ടി അടക്കാതെ പോയി കല്യാണം കഴിക്ക്. എത്ര പെണ്ണാവാൻ ശ്രമിച്ചാലും ഇല്ലേ, എൻ്റെ ഉള്ളിലുള്ള ആണില്ലേ അത് പുറത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ നടക്കുമ്പോ ആ പുറത്തേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും താഴെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അണക്കെന്നെ അറിയാം, അണക്ക് ഇപ്പൊ എന്താക്കിയാലും ഇപ്പൊ മൂട്ടിൽ കൂടെ ഞങ്ങൾ സെക്സ് തന്നെ അല്ലല്ലോ, സെക്സ് ചെയ്യാറില്ല, സെക്സ് ചെയ്താലില്ല ഞങ്ങൾക്ക്. എന്നിട്ട് ഇജന്നെ വന്നിട്ട് പറയുന്നത് സെക്സ് ചെയ്യാതെ മറ്റേ ഞങ്ങള് പ്രഗ്നന്റ് ആണ്. ഞാൻ 5 മാസമായി. കാറ്റടിക്കുക, മൂട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് കാറ്റടിച്ച് കയറ്റല. അത് ഇപ്പൊ അവിടുത്തെ എൻ്റെ മറ്റെന്താണ് സൂന ചെത്തിയിട്ട് നിപ്പിൾ ഇട്ടോ, എന്നിട്ട് അതുവഴി വണ്ടിക്കൊക്കെ ഗ്രീസ് അടിക്കണ മാതിരി അടിച്ച് കയറ്റല. എവിടുന്നറ നായി വരുന്നു ലേശണം കേട്ട പാന്നി. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ടാ.